ശാന്തി. ഞാൻ ഒരു തേജസ്വി ദിവ്യ സിതാര. എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി സാകാര ലോകത്തിലേക്ക് വരികയാണ്. ഞാൻ ഒരു അതിഥിയായി ഈ സാകാരദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ ഈ ദേഹമാകുന്ന മന്ദിരത്തിൽ അതിഥിയായി വസിക്കുന്നു. ഈ ദേഹം എൻ്റേതല്ല. ബാപ്പ് ദാദ അല്പസമയത്തേക്ക് കാര്യം ചെയ്യുന്നതിനു വേണ്ടി ദേഹം നൽകിയിരിക്കുന്നു. ഞാൻ ഈ പഴയ ദേഹത്തെ ബാബയുടെ സ്വത്താണെന്ന് മനസ്സിലാക്കി സേവയിലേക്ക് ഉപയോഗിക്കുന്നു. ദേഹഭാനത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. സദാ ഉപരാമമായി നഷ്ടോമോഹയായിരിക്കുന്നു. എൻ്റെ വേറിട്ടതും ഉയർന്നതുമായ സ്ഥിതിയിൽ സാകാര കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യുന്നു. സെക്കൻഡിൽ ദേഹത്തെ ധാരണ ചെയ്ത് കർമ്മം ചെയ്യുന്നു. സെക്കൻഡിൽ ഒഴിവാക്കി ദേഹി അഭിമാനിയാകുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ഇപ്പോൾ ബാബയോടുള്ള എൻ്റെ പ്രതിജ്ഞയാണ്, ഈ ശരീരം, മനസ്സ്, ധനം സർവ്വതും അങ്ങയുടേതാണ്. സർവ്വതും ബാബയുടേതാണെന്നു പറഞ്ഞ് ഞാൻ ഉപരാമമായിരിക്കുന്നു. ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപമാകുന്നു. ലൗകിക സംബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും സദാ അലൗകിക പാരലൗകിക സംബന്ധം സ്മൃതിയിൽ വയ്ക്കുന്നു. നിമിത്തമാണെന്ന് മനസ്സിലാക്കി സംബന്ധങ്ങളെ പരിപാലിക്കുന്നു. സേവയുടെ സംബന്ധമാണെന്ന് മനസ്സിലാക്കുന്നു. ലൗകിക സംബന്ധത്തിൽ നിന്നും അലൗകിക സംബന്ധത്തിലേക്ക് പരിവർത്തനം ചെയ്ത് നഷ്ടോമോഹയാകുന്നു. സർവസംബന്ധവും ഒരു ബാബയോട് വയ്ക്കുന്നു. സർവപ്രാപ്തികളും ഒരു ബാബയിൽ നിന്നും ലഭിക്കുന്നു. സർവ്വതും ലഭിച്ചു കഴിഞ്ഞാൽ ബുദ്ധി മറ്റൊന്നിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരു ബാബ, മറ്റാരുമില്ല. ഈ സ്മൃതിയിൽ ഞാൻ ഉപരാമമായിരിക്കുന്നു. ബാബയുടെ കൂടെ കമ്പൈൻഡായി ട്രസ്റ്റിയായി പരിവാരത്തെ പാലിക്കുന്നു. ആരോടും മമത്വമില്ല, ആകർഷണവുമില്ല. സാക്ഷിയായി കാണുന്നു. കർമ്മബന്ധനത്തിൽ നിന്നും
വേറിട്ട് നഷ്ടമോഹിയാകുന്നു. ദേഹത്തിൽ നിന്നും വേറിട്ട് ബുദ്ധിയിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഉപരാമമാകുന്നു. ഞാൻ നരകത്തിൻ്റെ തീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മുഖമിപ്പോൾ സ്വർഗത്തിന് നേർക്കാണ്. അതിനാൽ ബുദ്ധിയോഗം നരകത്തിൽ നിന്നും വേർപെടുത്തുന്നു. ഏറ്റവും ഉയർന്നതും സൂക്ഷ്മവുമായ ലക്ഷ്യമാണ് മായ കൊണ്ടുവരുന്ന കൊടുങ്കാറ്റുകളെ മറികടക്കുക. അതിനായി ഞാൻ നഷ്ടമോഹയാകുന്നു. വികാരങ്ങളുടെ നടുവിലാണെങ്കിലും നിർവികാരി ഹംസമാകുന്നു. നിശ്ചയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആധാരത്തിൽ മായയെ മറികടക്കുന്നു. കുടുംബത്തിലിരുന്നു കൊണ്ടും ബുദ്ധിയോഗം സ്വർഗത്തിൻ്റെ വശത്തേക്ക് വരണം. ഞാൻ അറിയുന്നു, ബാബ എന്നെ അനേക പ്രാവശ്യം പഠിപ്പിച്ചു. ഞാൻ സ്വയം തൻ്റെ ചാർട്ട് നോക്കുന്നു. ഞാൻ ആർക്കും ദുഃഖം കൊടുക്കുന്നില്ലല്ലോ എന്ന്. ശ്രീമതമാണ് ആർക്കും ദുഃഖം കൊടുക്കരുതെന്ന്. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ശ്രീമതത്തിലൂടെ നടന്നില്ലെങ്കിൽ പദവിയും ലഭിക്കില്ല. എന്നാൽ സത്യമായ ബാബ സത്യമായ ടീച്ചറിനെ നിന്ദിക്കുന്നതിലൂടെ ഒരിക്കലും സദ്ഗതി ലഭിക്കില്ല. മുഴുവൻ ആധാരവും ഓർമ്മയിലാണ്. ബാബ പറഞ്ഞു തരികയാണ്, ഓർമ്മയുടെ യാത്രയിലൂടെ പാപം ഭസ്മമാക്കുന്നു. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഏതുപോലെ പ്രിയതമ തൻ്റെ പ്രിയതമനെ ഓർമ്മിക്കുന്നുവോ അതുപോലെ ഞാനും ബാബയെ ഓർമ്മിക്കുന്നു. ഇത് രാവണ രാജ്യമാണ്. ബാബ പറയുന്നു, കേവലം ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പുണ്യാത്മാവാകും. ഈ പഴയ ലോകത്തിൻ്റെ അവസാനത്തിൽ ബാബ നേരിട്ട് വന്നിരിക്കുന്നു. ഇത് അന്തിമദാനമാണ്. ഞാൻ പൂർണ്ണമായും സമർപ്പണമാകുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ റിട്ടേൺ കോടി മടങ്ങ് ലഭിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബാബ പതിത പാവനനാണ്. ബാബയെ ഓർമ്മിച്ച് ഞാൻ പൂജാരിയിൽ നിന്നും പൂജ്യനാകുന്നു. ഇത് പഴയ ലോകത്തിൻ്റെ അന്തിമ സമയമാണ്. ബാബ നേരിട്ട് വന്നിരിക്കുകയാണ്. അതിനാൽ പൂർണ്ണമായും സമർപ്പണമാകണം. പിന്നീട് പുണ്യാത്മാവാകണം. മുരളി ഒരിക്കലും മിസ് ചെയ്യരുത്. തീർച്ചയായും മുരളി പഠിക്കണം. ബാബയുടെ വരദാനമാണ്, സ്വപരിവർത്തകനായി ഭവിക്കൂ.
സ്വയത്തെ മോൾഡ് ചെയ്ത് റിയൽ ഗോൾഡായി ഓരോ കാര്യത്തിലും സഫലമാക്കുന്നു. സദാ പരിവർത്തനം ചെയ്യുന്നതിൽ ആദ്യം ഞാൻ, അപ്പോൾ ഒന്നാമനായി എത്തുന്നു. സ്വയത്തെ മോൾഡ് ചെയ്യുന്നവർ റിയൽ ഗോൾഡാകുന്നു. റിയൽ ഗോൾഡിനാണ് മൂല്യമുള്ളത്. ഓം ശാന്തി.